ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. നമുക്ക് ഈ മാവ് ഒരുപാട് സമയം കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാകും. ഇത്രയും മതി. ഇനി നമുക്കിത് 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കുകയും കൂടെ ചെയ്യാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ല, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ളൊരു സവാള. കണ്ടോ, ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ നമുക്ക് ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയുമാണ് കേട്ടോ ചേർക്കണത്. ഇപ്പോൾ ചാറ്റ് മസാലയൊക്കെ കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിന് പകരമായിട്ട് കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ചേർത്തിയാൽ മതി കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 വലിയ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ചേർക്കണത്. ഗ്രേറ്റ് ചെയ്തെടുക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കണ്ടോ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുമാത്രമല്ല കേട്ടോ, നമുക്കിതിലേക്ക് ഈ സമയം ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. പച്ചക്കറികളെ കുറച്ച് കൂടുതലായിട്ട് ചേർത്തിയാലും നല്ലത് തന്നെയല്ലേ. ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ല രുചിയുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയൊരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണേ. ഈ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് മാവില്ലേ, അതാണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ 2 പീസായിട്ട് എടുക്കുന്നുണ്ടേ. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. ഇത് ഒത്തിരി കനം കുറച്ചിട്ട് പരത്തിയെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഇതുപോലെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സല്ലേ, അതാണ് വെച്ച് കൊടുക്കണത്. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് ആലു പൊറോട്ടയല്ലേന്ന്. ആ ഒരു ടേസ്റ്റേ അല്ല കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്സിന് ഉണ്ടാവുക. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൂടെ എടുക്കാം. ഇത് സ്നാക്സായിട്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൂടെ കൊടുത്തു വിടാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. 2 എണ്ണവും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് കണ്ടോ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം. നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ കുറച്ച് വലുതായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണേ. മുഴുവനും ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. കുറച്ച് പേർക്കൊക്കെ ഇതുപോലെ ചെയ്യാനായിട്ട് അറിയുന്നുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കണേ. മുഴുവനും ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും.
ഇനി ഇതാ ഈ എണ്ണയൊക്കെ നമ്മുടെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മുഴുവനും ദാ ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ദാ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും മൂടി വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല കേട്ടോ. ദാ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മറ്റേ സൈഡ് നമുക്ക് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടില്ലേ. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക രുചിയാട്ടോ. നമ്മൾ ചേർത്തിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ചാറ്റ് മസാലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ കൂടെ നമ്മുടെ ഈ ഒരു സ്നാക്സിനുണ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്